ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭ്യുന്യ യൂഹാനാൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഇപ്പോഴുള്ളതും പോയി കഴിഞ്ഞവരുമായ എല്ലാ വിശിഷ്ട അതിഥികളുമേ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സന്തോഷത്തോടെ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്നതായ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ഇടവാംഗങ്ങൾ, എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഭിമന്യ തിരുമേനിയോട് ഞാൻ പറഞ്ഞു, തിരുമേനിയെങ്കിലും അവസാനം വരെ ഇരിക്കണം. കാരണം എനിക്ക് പറയാനായിട്ടുള്ളത് പ്രധാനമായിട്ടും നന്ദിയാണ്. അനേക കാര്യങ്ങൾ പറഞ്ഞതിനൊക്കെ നന്ദി പറയാൻ തക്കവണ്ണം തയ്യാറായി വരുമ്പോൾ നമ്മൾ നന്ദി പറയുന്നവരൊന്നും കേൾക്കാനില്ലാത്ത ഒരവസ്ഥയെന്ന് പറയുന്നത് വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ബാബാ തിരുമേനിക്കുള്ള നന്ദി ഞാൻ അവസരം ഉപയോഗിച്ച് പെട്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ എന്താണ്, ഇന്നത്തെ ലോകത്തിൻ്റെ തിരക്കിൽ ആർക്കും കൂടുതൽ സമയം എങ്ങും ചിലവഴിക്കാനായിട്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവരാരും ഇവിടെ ഇല്ലെങ്കിലും ഞാൻ അവരോടെല്ലാം ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇന്നലെ ശുശ്രൂഷയ്ക്ക് ശേഷം പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വികാരത്തിൻ്റെ കാര്യം മാത്രമേ ഇന്നലെ പറഞ്ഞുള്ളൂ. ബാക്കി രണ്ടെണ്ണം ഇന്നത്തേക്ക് ഞാൻ റിസർവ് ചെയ്യുകയായിരുന്നു. ഇന്നലെ പറഞ്ഞത് സന്തോഷം, ഈ വലിയ സ്ഥാനം, ചരിത്രപരമായ ഈ നിയോഗം എനിക്ക് ലഭിച്ചതിലുള്ള സന്തോഷം, പരിശുദ്ധ ബാബാ തിരുമേനിയോടുള്ളതായ നന്ദി, പരിശുദ്ധ സുന്നകദോസിനോടുള്ളതായ നന്ദി. അതിനോടൊപ്പം ഞാൻ പറയട്ടെ, ആ സന്തോഷത്തോടൊപ്പം വലിയ ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. അതാണ് രണ്ടാമത്തെ വികാരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ സ്ഥാനം വഹിച്ച പൂർവികരെ ഞാൻ ഓർക്കുന്നു, മറ്റ് മൽപ്പാന്മാരെ ഓർക്കുന്നു, കുടുംബത്തിലുള്ളവരും കുടുംബത്തിന് പുറത്തുള്ളവരും. എന്നെ ഏൽപ്പിച്ച ചുമതലകൾ എത്രമാത്രം ഭംഗിയായി നിർവഹിക്കാനാകും എന്ന് എനിക്കറിയില്ല. കുറ്റം പറയാനായിട്ട് ധാരാളം ആളുകൾ ഇന്നത്തെ ലോകത്തിൽ നോക്കിയിരിക്കുന്നവരാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ മുൻപിൽ എത്രമാത്രം കുറ്റമറ്റവനായി ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. അതുകൊണ്ട് മറ്റ് മൽപ്പാന്മാർ, വട്ടശ്ശേരി തിരുമേനി, എൻ്റെ വല്യപ്പൻ, കുടുംബത്തിലെ ആളുകൾ, ഇവരെയെല്ലാം ഓർക്കുമ്പോൾ ഞാൻ ഭയചകിതനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എത്രമാത്രം എൻ്റെ കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയുകയില്ല. ഇന്നിവിടെ പറഞ്ഞ അനേക കാര്യങ്ങളുണ്ട്, അതൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയോടെ നിർവഹിക്കുവാൻ സാധിക്കുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഭയക്കുന്നു. മൂന്നാമത്, അല്പം ലജ്ജയോടുകൂടിയും കൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തിനാണ് ലജ്ജിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സ്ഥാനങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോൾ എന്നേക്കാൾ പ്രഗത്ഭരും വലിയവരും പ്രശസ്തരുമായ അനേക ഗുരുക്കന്മാർ മലങ്കര സഭയിലുണ്ട് എന്നുള്ള ഓർമ്മയാണ് ഈ ലജ്ജയ്ക്ക് കാരണം. ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ, ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ, ജേക്കബ് കുര്യനച്ഛൻ, അതുപോലെ ശ്രേഷ്ഠ ഗുരുക്കന്മാർ അനേകർ നിൽക്കുന്നതിൻ്റെ മുൻപിൽ അവരെക്കാളെല്ലാം ഉപരിയായിട്ടുള്ള മുകളിലുള്ള ഒരു സ്ഥാനം സ്വീകരിക്കുന്നതിലുള്ള അല്പമായ ലജ്ജ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പിതാവിനെ ഓർക്കുമ്പോൾ ഞാൻ ലജ്ജിക്കുകയാണ്. അദ്ദേഹം ഇതുപോലെയുള്ളതായ സ്വീകരണങ്ങളും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെട്ടിരുന്ന മനുഷ്യനല്ല. എന്നാൽ വൈദിക ട്രസ്റ്റിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇടവക്കാരെല്ലാവരും കൂടെ ഒരു വലിയ സ്വീകരണം ഒരുക്കി, ഒരു ഹംസരഥവും കാര്യങ്ങളൊക്കെ ഒരുക്കി. പക്ഷേ അവർ അതിൻ്റെ ഒരംശം മാത്രമേ എൻ്റെ പിതാവിനോട് പറഞ്ഞുള്ളൂ. ഒരു ചെറിയ സ്വീകരണമെന്നേ പറഞ്ഞുള്ളൂ. കാരണം വലുതാണെന്ന് പറഞ്ഞാൽ അവരെ എല്ലാം ഓടിക്കുമെന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വീകരണം തുടങ്ങി. സ്വീകരണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അവിടെ ഹംസരഥമുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. ഇടവക്കാരെ അടുത്ത് നിന്നവരെ മുഴുവനും ശകാരിച്ച് ഓടിച്ചു. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇതെല്ലാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ എല്ലാം ആവശ്യം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഓടിച്ചയാളാണ് എൻ്റെ പിതാവ്. ആ പിതാവിൻ്റെ സ്മരണയിൽ ഇതുപോലെ വലിയ ഒരു സ്വീകരണത്തിന് നിന്നു തരുന്നത് തന്നെ അല്പം ലജ്ജയോടുകൂടിയാണ് എന്നുള്ള ആ കാര്യം ഞാൻ പറയുന്നു. എൻ്റെ ഭാര്യാപിതാവിനെ ഓർക്കുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം കണ്ടുപഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ അനേകമുള്ളതാണ്. ഒരു മനുഷ്യനോടും ദേഷ്യപ്പെടുന്നതായി കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യ സാധാരണ നമ്മൾ എന്തെങ്കിലും വേദനയോ പ്രയാസമോ ഒക്കെ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഉണ്ടാകുമ്പോൾ ഒരുമാതിരിക്കാരെല്ലാം എൻ്റെ അമ്മേ എന്ന് വിളിക്കും. എന്നാൽ എൻ്റെ ഭാര്യ എന്നും എൻ്റെ അപ്പച്ചാ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അത്രമാത്രമുള്ള ബന്ധമാണ് എൻ്റെ ഭാര്യയും ഭാര്യയുടെ പിതാവുമായിട്ട്. ആ ബന്ധം അതുപോലെ തന്നെ അനുകരണീയമായ ഒരു സ്വഭാവത്തിൻ്റെ ഫലമായിട്ടാണ് മക്കൾ അദ്ദേഹത്തെ അത്രമാത്രം ബഹുമാനിക്കുന്നത്
എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്വഭാവത്തിൻ്റെ മുൻപിൽ അദ്ദേഹം സ്വീകരിച്ച ആ സ്ഥാനം ഞാൻ സ്വീകരിക്കുന്നത് അല്പം ലജ്ജയോടെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഏറ്റുപറയുകയാണ്. ദൈവമേ, എന്നെ യോഗ്യനാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ളതായ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായി ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണമൊരുക്കിയ ഇടവകാംഗങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. സ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്ന് നിശ്ചയിച്ചപ്പോൾ അന്നു മുതൽ തുടങ്ങിയ പ്ലാനിംഗ് ആണ്. ഇതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ച ദിവസം മുതൽ അത് പ്രത്യേകമായിട്ട് ഞാൻ ഓർത്ത് അവരോട് നന്ദി പറയുന്നു. വലിയ മെത്രാപ്പോലീത്ത അഭിമന്യനായ ക്ലീമിസ് തിരുമേനി പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരെ ഈ സന്ധ്യാവേളയിൽ ഓടി വന്ന് ഇവിടെ ഈ സ്വീകരണത്തിൽ പങ്കെടുത്തതിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി. അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഗണേഷ് കുമാർ ബഹുമാന്യനായ മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി, അദ്ദേഹവും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നതിലുള്ള നന്ദി എൻ്റേതായിട്ട് ഞാൻ പറയുന്നു. യോഗത്തിൻ്റെ നന്ദി പിന്നീട് അറിയിക്കുന്നതാണ്. അഭിമന്യനായ പോളികാർപ്പോസ് തിരുമേനി, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, ഞാൻ മൽപ്പാനാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മൽപ്പാൻ സ്ഥാനം എനിക്ക് തരുന്നതിന് കാലങ്ങൾ മുമ്പ്, വർഷങ്ങൾ മുമ്പ് എന്നെ മൽപ്പാനെന്ന് വിളിച്ച് തുടങ്ങിയ ആളാണ് അഭിമന്യനായ പോളികാർപ്പോസ് തിരുമേനി. അദ്ദേഹത്തോടുള്ള നന്ദി. അതുപോലെ തന്നെ അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി, അദ്ദേഹം എൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഗുരുവിനേക്കാൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ശിഷ്യനാണ് എന്നുള്ളത് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഓർക്കുന്നു. ഒരു ചെറിയ കാലഘട്ടം ഒരേ മുറിയിൽ താമസിക്കാനുള്ളതായ ഒരു അവസ്ഥ കൂടെ, അനുഭവം കൂടെ ഉണ്ടായി എന്നുള്ളതും സന്തോഷത്തോടെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. തിരുമേനി ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല, ഓർക്കുന്നുണ്ട്. അതുപോലെ സ്നേഹമുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ കുര്യൻ തോമസ്. നമ്മുടെ ലൈബ്രറിയെക്കുറിച്ചും അവിടെയുള്ള പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നയാളാണ് ഡോക്ടർ കുര്യൻ തോമസ്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ നന്ദി. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി അദ്ദേഹം ഈ കുടുംബത്തിലെ മൽപ്പാന്മാരെക്കുറിച്ചുള്ളതായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇന്ന് വീണ്ടും വരികയാണ് മറ്റ് 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ബഹുമാനപ്പെട്ട സജി അമയിലച്ചൻ, അദ്ദേഹത്തെ പ്രത്യേകമായ സ്നേഹത്തോടെ ഓർക്കുന്നു. സെമിനാരിയിൽ വെച്ചുണ്ടായ പ്രത്യേകമായ സഹകരണം, പ്രിൻസിപ്പലായിരുന്നപ്പോൾ ബർസാറായിരുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന പ്രത്യേക സഹകരണം, അതിനുശേഷം ഇപ്പോൾ വീണ്ടും പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അനുദിനം ട്രസ്റ്റിമാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകേണ്ടതായിട്ട് വരുന്നു. അക്കാര്യത്തിലെല്ലാം തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ. ചിലപ്പോൾ അച്ഛൻ പറയും, ഈ വടക്കരുടെ സ്വഭാവം ഒരു പ്രത്യേകമാണ് കേട്ടോ, മറ്റുള്ളവരോട് പറയും. അത് അവർ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് വേണം അവരോട് വർത്തമാനം പറയാൻ എന്ന് പോലും ബഹുമാനപ്പെട്ട സജി അമയിലച്ചൻ മറ്റുള്ളവരോട് എൻ്റെ കേൾക്കെ തന്നെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛനോടും അതുപോലെ തന്നെ അച്ഛന് മറ്റൊരാൾക്ക് വേണ്ടി കൂടെ ആശംസ അറിയിച്ചു. റോണി വർഗീസ് അബ്രഹാം. വളരെ അത്ഭുതകരമായിട്ട് ദൈവം അദ്ദേഹത്തെ മരണത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നയാളാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അഭിമന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയുണ്ടായി. അഭിമന്യ തിരുമേനിയോടും തിരുമേനി പറഞ്ഞ നല്ല വാക്കുകൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അനൂപ് ജേക്കബ് MLA, അതുപോലെ തന്നെ മറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി ജോസ് അച്ചൻ, എല്ലാവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു നിർത്തിയതിലേക്ക് വീണ്ടും വരികയാണ്. ഇടവാംഗങ്ങൾ ക്രമീകരിച്ച ഈ റിസപ്ഷൻ, ഈ സ്വീകരണം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരുടെയും ഈ ഇടവാംഗങ്ങളുടെ മുഴുവനും പേര് വായിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഉദ്യമത്തിന് ഞാൻ മുതിരുന്നില്ല. എങ്കിലും ജനറലായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇവിടുത്തെ ആത്മീക സംഘടനകൾ, വനിതാ സമാജക്കാർ എല്ലാവരും ചട്ടയും മുണ്ടും കവണിയും ഇട്ട് വരണമെന്ന് പറഞ്ഞു. അവരെല്ലാവരും അതുപോലെ വന്നു. അതിനൊക്കെ പോയി ചട്ട പ്രത്യേകമായിട്ട് തയ്പ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 1 മണിക്കൂർ 2 മണിക്കൂർ പ്രോഗ്രാമിന് വേണ്ടി അവരുടെ സഹകരണം പ്രത്യേകമായിട്ടുള്ളതായി നന്ദി അറിയിക്കുന്നു. യൂത്ത് ലീഗ് ജേഴ്സിയൊക്കെ ധരിച്ച് ആദ്യം മുതൽ ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും ഇതിനെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഡറിലാക്കുന്നതിന് വേണ്ടിയിട്ട്, കായികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് ലീഗ്
പ്രവർത്തിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകർ, കുടുംബ യൂണിറ്റ് സെക്രട്ടറിമാർ ഒന്നിലധികം പ്രാവശ്യം ഇവിടെ യോഗങ്ങൾ ചേരുകയുണ്ടായി. ഞാൻ ഒന്നിലും സംബന്ധിച്ചില്ല, എന്നാൽ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിലും യൂണിറ്റ് സെക്രട്ടറിമാർ വരികയും അവരുടെ സജഷൻസ് എല്ലാം അറിയിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പിന്നെ ഒരു 2-3 പേരുടെ പേര് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീ മനോജ് തെക്കുംപുറത്ത്, ബാബു വടക്കേക്കര പുത്തമ്പുരയിൽ, നിഖിൽ മാളേക്കുഴിയിൽ, ബിജു നാച്ചേരിൽ. ഇവർ ഈ ഒരാഴ്ചയായി രാത്രിയിൽ ഉറങ്ങിയിട്ട് എന്നാണ് എൻ്റെ വിചാരം. ഇന്നലെയൊക്കെ രാത്രി 3 മണിയായപ്പോഴായി ഈ പള്ളിമുറ്റത്തൊന്ന് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. മനോജാണ് എല്ലാത്തിനും പ്രധാന നേതൃത്വം വഹിച്ചത്. എങ്കിലും ബാക്കിയുള്ളവരെല്ലാം കൂടെ നിന്ന് ഓരോ കാര്യത്തിനും ഈ ദിവസങ്ങളിലെല്ലാം അഹോരാത്രം കഷ്ടപ്പെട്ട പ്രവർത്തിച്ച ആളുകളാണ്. അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ കോട്ടയത്ത് പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും പരിശുദ്ധ ബാബാ തിരുമേനിയോട് ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉള്ള ഒരു പരിശ്രമം അവിടെ ഉണ്ടായിരുന്നു. അതിന് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച് എനിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന ആളാണ് ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതിനുശേഷം എങ്കിലും ഏറ്റവും അവസാനം എന്ന പോലെയാണ് പറയുന്നതെങ്കിലും ബഹുമാനപ്പെട്ട ടോം അച്ഛനോടുള്ളതായ നന്ദി. ഇങ്ങോട്ട് വാ. എൻ്റെ സഹപട്ടക്കാരനാണ്. എന്നാൽ തൻ്റെ ആരോഗ്യം പോലും മറന്നു കളഞ്ഞിട്ട് ദിവസങ്ങളായി ഇതിനു വേണ്ടി ടെൻഷൻ പിടിച്ച് ഓടുകയാണ്. ഇന്ന് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം പ്രയാസത്തിലായിരുന്നു അച്ഛൻ്റെ ഓട്ടം. അതും കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു യാതൊരു കുഴപ്പവുമില്ലാതെ. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടുതൽ ആത്മാർത്ഥതയോടെ ഇവിടെയല്ല എവിടെ പോയാലും പ്രവർത്തിക്കാനായിട്ടുള്ള ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഷിബു അച്ഛൻ, വർഗീസ് പി വർഗീസ് അച്ഛൻ നമ്മുടെ മുൻ സഹപട്ടക്കാരനായിരുന്നു. ആദ്യം മുതലേ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച് ഗണേഷ് കുമാർ മന്ത്രിയെയൊക്കെ വിളിക്കാനായിട്ട് അങ്ങ് പത്തനാപുരം വരെ യാത്ര ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. റെജി മാത്യു അച്ഛൻ, സെമിനാരിയുടെ പ്രിൻസിപ്പൽ, എൻ്റെ പിൻഗാമി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വളരെ ശ്രേഷ്ഠമായിട്ട് ഞാൻ നയിച്ച കാലത്തേക്കാൾ കൂടുതൽ കാലം സെമിനാരിയെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായി. അച്ഛന് അടുത്ത ദിവസം വരെ വിദേശത്തായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഓടിയെത്തി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും ആശംസ പറയുവാനും എല്ലാം അവസരം ലഭിച്ചതിൽ പ്രത്യേകമായിട്ടുള്ളതായ നന്ദിയും സ്നേഹവും അച്ഛനോട് അറിയിക്കുകയാണ്. ഗ്രിഗോറിയൻ ടി വിയിലെ ആളുകൾ 3 ദിവസമായി ഇവിടെയുണ്ട്. അവർ രാത്രി ഇവിടെ കിടന്നു. ഇന്നലത്തെ കാര്യങ്ങളെല്ലാം കവർ ചെയ്തു. അതുകൊണ്ട് എല്ലായിടത്തും ഇരുന്നവർക്കെല്ലാം കാണാനും കേൾക്കാനുമായിട്ട് സാധിച്ചു. ഷിൻറ്റോ എവർഗ്രീൻ സ്റ്റുഡിയോ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫോട്ടോ എടുക്കുന്നയാളാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ബില്ലൊന്നും അത്ര പ്രശ്നമല്ല. ബില്ലും കൊണ്ട് സാധാരണ വരാറുമില്ല. ഞാൻ 25 പ്രാവശ്യം ഓർപ്പിച്ചാലേ കാശ് മേടിച്ചുകൊണ്ട് പോവുകയുള്ളൂ. അതുപോലെ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടെ വേല ചെയ്യുന്ന ഒരാളാണ് ഷിൻഡോ എവർഗ്രീൻ സ്റ്റുഡിയോസ്. പ്രത്യേകമായിട്ടുള്ളതായ നന്ദി അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മാത്യു കോശി അച്ഛൻ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇന്നലെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഇന്നലെ നടന്ന ശബ്ദ ക്രമീകരണങ്ങൾ, എല്ലാവരുടെയും പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഭംഗിയായി സ്ഫുടമായി കേൾക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് അത് സൗണ്ട് എൻജിനീയറിങ്ങിൻ്റെ ഫലമാണ്. മാത്യു കോശേച്ചൻ വിദേശത്ത് പോയി സൗണ്ട് എൻജിനീയറിങ് പഠിച്ച് ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അച്ഛൻ ഇവിടെ വന്നതാണ്. 11 മണി മുതൽ ഇന്നിവിടെ ഉണ്ടായിരുന്നു. ഈ സൗണ്ടിൻ്റെ കാര്യങ്ങൾ, കൊയറിൻ്റെ പാട്ടിൻ്റെ കാര്യങ്ങൾ എല്ലാം അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഭംഗിയാക്കി തീർക്കുന്നതിന് ഞങ്ങളെ സഹായിച്ച ബഹുമാനപ്പെട്ട മാത്യു കോശി അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഇടവകാംഗമായ ബഹുമാനപ്പെട്ട ബേസിൽ അച്ഛൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഇതിൻ്റെ എല്ലാം പിന്നാലെ നിൽക്കുകയാണ്. പ്ലാനിങ്ങിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇടവാംഗം എന്നുള്ള നിലയിൽ അച്ഛൻ്റെ കർത്തവ്യം ഭംഗിയായിട്ട് നിർവഹിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. അച്ഛനും എൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അച്ഛൻ്റെ പേരിൽ അച്ഛന് വേണ്ടി അറിയിക്കുകയാണ്.
ബഹുമാനപ്പെട്ട ജോമോൻ അച്ഛൻ ഇന്നത്തെ അനൗൺസ്മെൻ്റ് എല്ലാം നടത്തിയത് അച്ഛനാണ്, നമ്മുടെ മുൻ സഹപട്ടക്കാരനാണ്. അച്ഛനും ഇവിടെ നിന്ന് പോയി എങ്കിലും ഇവിടെയുള്ള എല്ലാ കാര്യത്തിലും താല്പര്യത്തോടെ സംബന്ധിക്കുന്ന ആളാണ്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികർ അങ്ങ് മലബാറിൻ്റെ അറ്റം മുതൽ കൊച്ചി ഇങ്ങേയറ്റം വരെയുള്ള ആളുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ളതായി നന്ദി അറിയിക്കുന്നു. കുറച്ച് വൈദികരൊക്കെ താമസിച്ച് വരുന്നത് കണ്ട് പോയി, അതുകൊണ്ട് പ്രത്യേക തിരക്കുള്ളതുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ SN ഡെക്കറേഷനാണ് ഇതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. നൈവി സൗണ്ട്സാണ് സൗണ്ട് സിസ്റ്റം ഇന്നലെയും ഇന്നും ക്രമീകരിച്ചത്. അച്ഛൻ ഓരോന്നും പറഞ്ഞു തരിക. അവസാനത്തെ നന്ദി പ്രകാശനം അച്ഛൻ്റെയാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വേലയായത്. ഇനി അതൊന്നും പറയണ്ടല്ലോ എന്നുള്ളതാണ് അച്ഛൻ വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായിരുന്നാലും എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും വീണ്ടും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും വീണ്ടും ഞാൻ എൻ്റെ ഭാര്യാപിതാവിനെ ഒരിക്കൽ കൂടെ ഓർക്കുകയാണ്. ഇതുപോലെയുള്ള അവസരത്തിൽ ഒത്തിരി പുകഴ്ചകളൊക്കെ ആരെങ്കിലും അപ്പച്ചനെ കുറിച്ച് പറഞ്ഞാൽ അപ്പച്ചൻ പറയും, ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ കൊള്ളാമെന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെയൊന്നും ആയിട്ടില്ല, ആയിത്തീർന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ആളാണ് എൻ്റെ അമ്മായിയപ്പൻ. ആ ഉദാഹരണം കൂടെ ഞാൻ എൻ്റെ മനസ്സിൽ വയ്ക്കുകയാണ്. ആ വചനങ്ങളോട് ഞാൻ യോജിക്കുകയാണ്. ഈ ഇവിടെ ഇന്ന് എനിക്ക് വേണ്ടി പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും അതുപോലെ ആയിത്തീരുവാൻ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു.